നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് സ്തംഭിച്ചു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷാവശ്യം കേന്ദ്ര സർക്കാർ തള്ളുകയായിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് രാഹുൽ ഗാന്ധി സഭയിൽ വ്യക്തമാക്കി. അതേസമയം നീറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ വീണ്ടും പ്രമേയം അവതരിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, അങ്ങനെ നീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണല്ലോ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ആർക്കെ? തീർച്ചയായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ നീറ്റ് വിഷയം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളന സഭാ നടപടികളെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ വിഷയം ശക്തിയുക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്ക് ഒപ്പമാണ്. വിദ്യാർത്ഥികളുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സഭയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ച മറ്റേതിനേക്കാളും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ച് അത് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. KC വേണുഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസിന് വേണ്ടി ഔദ്യോഗികമായിട്ട് നോട്ടീസ് നൽകിയിരുന്നത്. മറ്റ് പാർട്ടികളും CPM അടക്കമുള്ള പാർട്ടികളും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയിരുന്നു. എന്നാൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസുകളൊന്നും പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. തുടർന്ന് 12 മണി വരെ ആദ്യവും പിന്നീട് 12 മണിക്ക് സഭ ചേർന്നപ്പോഴും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണ് കണ്ടത്. തുടർന്ന് സഭാ നടപടികൾ ഇന്നത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് സ്തംഭിച്ചു. അത് നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തിലായിരുന്നു.